ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ റൈസാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി റൈസാണ്. നമ്മുടെ ബാക്കി വന്ന ചോറും അല്ലാതെ നമുക്ക് തിന്നാനായിട്ട് ഒരുപാട് കൂട്ടാനും ഒക്കെ ഉണ്ടാക്കേണ്ട അവസരങ്ങൾ വരുമല്ലേ, ഒരു ചോറല്ലാതെ നമ്മൾ വെക്കുവാണല്ലേ. അപ്പോൾ സോയ റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സോയ ചങ്ക്സ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മറ്റു കൂട്ടാനൊന്നും വേണ്ട നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇത് മാത്രം മതി. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സോയ ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ബസുമതി റൈസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ സാധാ റൈസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളത് വീഡിയോയിൽ നമ്മൾ കാണിക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ ഈ സോയ റൈസ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മളിവിടെ മിനി സോയ ചങ്ക്സ് എടുത്ത് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളമാണ്. അപ്പം ആദ്യം ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു മണവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോകണം. അതിൻ്റെ ഒരു പച്ച ഇതും എല്ലാം പോകണം. നല്ല രീതിയിൽ നമ്മളിത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടേക്കുന്നത്. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ റൈസിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സോയ ചങ്ക്സ് എടുക്കാം. വലിയ സോയ ചങ്ക്സും നമുക്ക് കിട്ടും. ഇത് മിനി സോയ ചങ്ക്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആകും. എന്നിട്ട് നമ്മളൊരു 3-4 തവണ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഇതാവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 15-20 മിനിറ്റ് ഈ വെള്ളത്തിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പല വെള്ളത്തിലായിട്ട് നമുക്കിത് കഴുകിയെടുക്കണേ. നമ്മളങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന സോയ ചങ്ക്സ് നമ്മളൊന്ന് വേവിച്ചുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ് ഈ കാണുന്ന. ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി, അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഈ രീതിയിൽ നമ്മൾ സോയ ചങ്ക്സ് വേവിച്ച് വെച്ചിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ എടുത്ത് അരിയാൻ തുടങ്ങാൻ പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നമ്മൾ ചെറുതാക്കിയാണ് അരിഞ്ഞെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. അതേ നമ്മളിവിടെ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുക്കുമ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തു. അപ്പോൾ ഇത് 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സോയ ചങ്ക്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സവാളയാണ്. അത് നമ്മുടെ കണക്കനുസരിച്ച് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇത്രയും നമ്മൾ അരിഞ്ഞു വെച്ചു. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകും ഒരു തക്കാളിയുമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിവിടെ പിന്നെ എടുത്തേക്കുന്നത് പച്ചമുളകും തക്കാളിയാണ് കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. തക്കാളിയൊക്കെ ആണെങ്കിൽ അല്ലെ ടൊമാറ്റോ പേസ്റ്റായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഇവിടെ തക്കാളി അങ്ങനെ ഇടുന്നത് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, നമ്മൾ കുറച്ച് മാത്രം ഇടുന്നത്. പിന്നെ പച്ചമുളക് നമുക്ക് എരിവിനൊക്കെ അനുസരിച്ചിട്ട് മാത്രം ഇട്ടാൽ മതി. ചോറ് നമ്മൾ നേരത്തെ വേവിച്ച് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാ നമ്മുടെ വൈറ്റ് റൈസ് ആണ് എടുത്തേക്കുന്നത്. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ബസുമതി റൈസ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ നമ്മളിത് സാധാ റൈസിൽ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് വെക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ പാൻ ഇതിലെ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അന്നേരത്തേക്ക് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സവാള വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ചൂടായി വന്നപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരണം, അതുവരെ നമ്മളപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, സവാള ഒന്ന് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട്. സവാള ഇവിടെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളകും തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാവേ. അപ്പോൾ നമ്മളിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ്, ഏതായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചായാലും ചേർത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അളവനുസരിച്ച് കുറച്ചിട്ടാൽ മതി രണ്ടും. ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചേ ചേർക്കുന്നുള്ളേ. ഇതുകൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാവേ. അപ്പം അത് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഒരു സ്വല്പം വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് പഴണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സോയ ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ സോയ റൈസ് കേട്ടോ.
അപ്പോൾ ഇത് സോയ ചങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ റൈസ് ചെയ്തേക്കുന്നത്. ബസുമതി റൈസിലും നമുക്കിത് ചെയ്യാം, സാധാ റൈസിലും നമുക്കിത് ചെയ്യാം. അപ്പോൾ എല്ലാവരും വെറൈറ്റി ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം നമുക്കല്ലാതെ ചോറൊക്കെ വെക്കുവാണെങ്കിൽ ഒരുപാട് കൂട്ടാനൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് വേറെ കൂട്ടാനൊന്നും വേണ്ട, അല്ലെ പിന്നെ ഒരു പപ്പടം ആയാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.